ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓവൻ ഇല്ലാതെ ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രെഡാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, നേരെ തന്നെ മാവിലേക്ക് ഇതെല്ലാം അങ്ങ് ചേർത്താൽ മതി. ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഈസ്റ്റൊക്കെ നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാല് ചേർത്തിട്ട് എടുക്കണമെങ്കിൽ മൊത്തത്തിൽ 3/4 കപ്പ് പാലെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബ്രെഡിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എഗ്ലെസ് ആയിട്ട് കഴിക്കുന്നവർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രെഡാണ്. ഇതിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ബട്ടർ കൂടൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബണ്ണിന്. 3 ടേബിൾ സ്പൂൺ കൂടുതലായിട്ട് ബട്ടർ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് ചേർത്തോട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കണം. കൈകൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒന്ന് പൊങ്ങി വന്നിട്ട് ഈ ഡബിൾ സൈസിലായി കിട്ടണം. ഒരു 1-2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ചിട്ടുള്ളതാണ്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കണ്ട, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2-3 പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ടേസ്റ്റ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ നമ്മളുടെ നാടൻ ചിക്കൻ വയ്ക്കുന്ന മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഈ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിലേക്ക് ആ ചിക്കൻ വേവിച്ചിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഫില്ലിങ്ങിന്. ഇല്ലെങ്കിൽ നമ്മൾ മാഗിയൊക്കെ നൂഡിൽസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കൂടെയുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുത്താലും മതി. കുറച്ചൊന്ന് ചേർത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി 1 സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം പാല് വേണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട്. ഞാൻ മൈദയൊക്കെ ഒന്ന് വെന്തിട്ട് വരണം. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് നല്ല ക്രീമി ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല തിക്കായിട്ട് വരും. ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്.
ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് ഡബിൾ സൈസിലായി വന്നിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ്. ഇതിനി ഒരു 2-3 ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഓവനില്ലാതെ കാണിക്കാനായിട്ട് 2 ചെറിയ ബോളും അല്ലാതെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഒരു ബോളും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കാം. അപ്പോൾ ഓവനിൽ അല്ലാതെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോൾ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പകുതിയിൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ട് കീറാത്ത ഭാഗത്ത് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഫില്ലിങ് ഇതേപോലെ ഒന്ന് മടക്കി നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി ബേക്ക് ചെയ്യുന്ന ആ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. ഇതും അതേപോലെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ മറ്റേ എൻഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് മറ്റേ അറ്റം അതിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഫില്ലിങ് പുറത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വലിയ സൈസിലുള്ള ബോളാണ് പരത്തിയെടുക്കുന്നത്. നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഓരോ പീസും ഇതേപോലെ ഒന്ന് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാലും പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളൊരു 30 മിനിറ്റ് ഇനിയും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ആ സമയത്ത് ഈ മാവെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഒട്ടിയിട്ട് ബേക്ക് ചെയ്യുമ്പോൾ പുറത്തേക്കൊന്നും ചാടാതെ തന്നെ കിട്ടും. ഇതിനി ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു നല്ലൊരു കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എഗ്ലെസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പാല് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എള്ള് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ ഇല്ലാതെ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഗ്ലാസിൻ്റെ അടപ്പാണെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം. ഒട്ടും പുറത്തേക്ക് ചൂട് പോകാതിരിക്കാനായിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ നന്നായിട്ട് റോൾ ചെയ്തിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിന് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാനുള്ള ബ്രെഡ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റാണ് എൻ്റെ ഈ ഒരു ബ്രെഡ് ഓവനിൽ ബേക്കാവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഓവൻ ഇല്ലാതെ 20 മിനിറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഒരു നല്ലൊരു കളർ വരുമ്പോൾ ഓഫാക്കിയാൽ മതി ഓവനില്ലാതെ ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഓവനിൽ ചെയ്തത് ബേക്കായിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ ആദ്യം മാവ് കുഴച്ചപ്പോൾ ഞാൻ ബട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നു, അതിന് പകരമായിട്ട് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓവനില്ലാതെ ചെയ്തതും നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. പിന്നെ ഓവനിൽ ചെയ്യുന്നതിൻ്റെ അത്ര കളർ മുകളിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതിലും കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചൂടോടെയാണ് ഞാൻ മുറിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് ഞാൻ ഓവനില്ലാതെ ചെയ്തിട്ടുള്ള ബ്രെഡാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്